കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണം വന്നിട്ടുണ്ട്. SIR ആണ് NDAയുടെ ഈ വിജയത്തിന് കാരണമെന്ന് പ്രതീക്ഷിച്ച പ്രതികരണം തന്നെ കോൺഗ്രസിൽ നിന്ന് വന്നിരിക്കുകയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് വിജയത്തിലേക്ക് NDAയെ നയിച്ചത് എന്നുള്ള ആദ്യ പ്രതികരണം. കോൺഗ്രസ് NDAയുടെ വിജയം സമ്മതിക്കുന്നുവെന്ന് കൂടിയാണല്ലോ മഞ്ജുഷ. അതായത് വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും NDAയുടെ വിജയത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നുവെന്ന് കൂടിയാണ് കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണം. SIR ഹെഡ്സ് ടുവേർഡ്സ് വിക്ടറി എന്നുള്ളതാണ്. അതായത് വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്തി എന്നുള്ള കാര്യമാണ് കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണമായി വന്നിരിക്കുന്നത്. അതേസമയം മോദി ഗ്യാരണ്ടിയെ ബീഹാറിലെ ജനത അംഗീകരിച്ചു എന്ന് BJPയുടെ പ്രതികരണവും BJP ബീഹാർ അധ്യക്ഷന്റെ ആദ്യ പ്രതികരണവും വന്നിട്ടുണ്ട്. അങ്ങനെ വാക്പോരുകൾ തുടങ്ങുകയായി. അതിൽ മുന്നിട്ട് നിൽക്കുന്നത് BJPയും JDUമാണ്. അതുകൊണ്ട് അവർ തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഉച്ചത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുക. ഇന്ന് വൈകിട്ടോടുകൂടി ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലേ ബീഹാറിലെ വിജയത്തെ പറ്റി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കുവാനും സാധ്യതയുണ്ട്. രാവിലെ പറഞ്ഞിരുന്നു ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷം വേണ്ട എന്ന്. പക്ഷേ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് BJP ക്യാമ്പുകൾ പറഞ്ഞതാണ്. പക്ഷേ എക്സിറ്റ് പോൾ ഫലം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അങ്ങനെ ആഘോഷത്തിനുള്ള കോപ്പ് കൂട്ടിക്കഴിഞ്ഞിരുന്നു BJP എന്നതാണ്. പ്രത്യേകിച്ച് മധുരപലഹാരങ്ങൾ വാങ്ങി, വെടിക്കോപ്പുകൾ അടക്കം വാങ്ങി അവർ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആഘോഷത്തിന് കുറവുണ്ടാകില്ല. 171ലേക്ക് കടന്നിരിക്കുകയാണ്. 50 സീറ്റുകൾ, അതായത് 2020 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 50 സീറ്റുകളാണ് ഇത്തവണ NDA അധികമായി നേടുന്നത്. 171, അതായത് 2/3 വരുന്ന ഭൂരിപക്ഷത്തിലേക്ക് കൃത്യമായ മെജോറിറ്റി എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് NDA അധികാര തുടർച്ചയിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ വോട്ടെണ്ണി കഴിയുമ്പോൾ ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. ഇവിടെ മഹാഗഠബന്ധനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കനത്ത തിരിച്ചടി നേരിടുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രകടനവും അങ്ങേയറ്റം മോശമാകുന്നു. ബഹുസരായ് പോലെയുള്ള മേഖലകളിലടക്കം എത്രത്തോളം ശോഭിക്കാൻ ഇനി ഇടതുപക്ഷ പാർട്ടികൾക്ക് സാധിക്കും എന്നതും ചോദ്യചിഹ്നമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ബീഹാറിൽ RJDയും JDUവും BJPയും ഒക്കെ വളർച്ചയുടെ പാതയിലാണ് എങ്കിൽ തങ്ങളുടെ കോട്ടകളിൽ ഇടതുപക്ഷം സുരക്ഷിതമാണ് എന്ന ഒരു വിലയിരുത്തൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നു. അതുകൂടി തകർക്കുകയാണ്. ടാലി നോക്കിയാൽ CPIയുടെ ടാലി 0 CPMന്റെ 1 വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2 പാർട്ടികളും 2 സീറ്റുകൾ വീതം നേടിയതാണ്. അവിടെയാണ് ഇപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ കിട്ടിയിട്ട് പോലും CPI 0, CPM 1 എന്നുള്ളതാണ്. CPI-MLനും കഴിഞ്ഞ തവണത്തേക്കാൾ നഷ്ടമാണ്. ഇത്തവണ 20 CPI-MLാണല്ലോ CPI-യെക്കാളും CPM-നേക്കാളും പക്ഷേ ഇത്തവണ അവർക്കും ഇത്തവണ നഷ്ടക്കച്ചവടമാണ്. 3 സീറ്റുകളിൽ മാത്രമാണ് CPI-ML ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 20 സീറ്റുകളിൽ അവർ മത്സരിച്ചതാണ്. കഴിഞ്ഞ തവണ 6 സീറ്റ് നേടിയതല്ലേ? അതെ, അതാണ്. അതായത് നേടിയ സീറ്റുകൾ ഇത്തവണ നിലനിർത്താൻ സാധിക്കുന്നില്ല. സീറ്റുകൾ അധികമായി നഷ്ടപ്പെടുന്നു. അതിന്റെ നേട്ടം ആർക്ക് എന്നതാണ്. കഴിഞ്ഞ തവണ CPI-ML 12 സീറ്റുകൾ നേടിയതാണ്. CPI-ML 12. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് ബീഹാറിൽ CPI-ML ആണ് ഏറ്റവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ അവർക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ സീറ്റ് നില എന്നത് 3-1 ചുരുങ്ങുന്നു എന്നതാണല്ലോ. കാരണം 3 എന്നുള്ളത് 4-1 ചുരുങ്ങുന്നു എന്നുള്ളതാണ്. വെറും 3 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കാൻ സാധിക്കുന്നത് എന്നതാണ്. അതാണ് ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പ് ബീഹാറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് ആവർത്തിച്ച് പറയേണ്ടത്. ഒപ്പം RJDയുടെ ക്ലെയിം വന്നിരിക്കുന്നു. വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയാണ് ഞങ്ങൾക്കുള്ളത് എന്നാണ്. ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഇപ്പോഴും കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് എന്നും RJD കോൺഫിഡന്റ് ഓഫ് MGB ഫോമിംഗ് ഗവൺമെന്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ അത് ഏത് രീതിയിലാണ്, എന്ത് ആത്മവിശ്വാസമാണ് മഹാസഖ്യത്തിന് ഉള്ളത് എന്ന് അറിയില്ല. മഹാസഖ്യം തകർന്ന് അടിഞ്ഞ ഒരു സമയമാണ്. പക്ഷേ RJDയുടെ കണക്കുകൂട്ടൽ എന്താണ് എന്ന് അറിയില്ല. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് മറുഭാഗത്ത് നിതീഷാണ്. ആയാറാം ഗയാറാം രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. അതുകൊണ്ട് ഇതിനു മുമ്പുള്ള രാഷ്ട്രീയ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ എത്രയോ തവണ നിതീഷ് കുമാർ ഒരു മുന്നണിയുടെ ഭാഗമായി നിന്ന് മത്സരിച്ച് ജയിക്കുന്നു. അതിനുശേഷം രാഷ്ട്രീയ എതിരാളികളെ കൂട്ടുപിടിച്ചുകൊണ്ട് മന്ത്രിസഭ രൂപീകരിക്കുന്നു, അധികാരത്തിലേറുന്നു. ഒരു പക്ഷേ ആ ഒരു സാഹചര്യമൊന്നും ബീഹാറിൽ ഇനിയും തള്ളിക്കളയേണ്ടതില്ല എന്നതാണ് തേജസ്വി യാദവിനെ പോലെയുള്ള ഒരു യുവ നേതാവ് മുന്നോട്ട് വെക്കുന്നത്. വോട്ടെണ്ണലിലുള്ള പ്രതീക്ഷയല്ല RJDക്കുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റുകൾ പരിശോധിച്ചാലും കൃത്യമായ ഈ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു BJP JDU സഖ്യം എന്നുള്ളതാണ്. വളരെ സാവധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ പോലും അവിടെയും ഇപ്പോഴും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു BJP JDU സഖ്യം, NDA സഖ്യം എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് പ്രതീക്ഷയാണ് RJDക്കുള്ളത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള കുതിരക്കച്ചവടത്തിലേക്കുള്ള നോട്ടമാണോ ഉള്ളത് എന്ന് സംശയിക്കേണ്ടി വരുന്നു. ഇപ്പോഴും 51 സീറ്റുകൾ മാത്രമാണ്
RJDക്കുള്ളത്. കോൺഗ്രസിന് ഒരു 15 സീറ്റിലെ ലീഡുണ്ട്, ഇടത് പാർട്ടികൾക്ക് ഒരു 4 സീറ്റിലെ ലീഡുണ്ട്. ഇത് മാത്രമാണ് അവരുടെ കൈമുതലായിട്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ JSP ഒരു സീറ്റിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒരു പക്ഷേ ഈ ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് തന്ത്രമൊരുക്കിയ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നത്. പക്ഷേ പൊതുവെ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയെ JSPയെ വിശേഷിപ്പിച്ചിരുന്നത് അതൊരു വോട്ട് കട്ടർ പാർട്ടിയായി മാറും. അതായത് ബീഹാറിൽ ആര് ജയിക്കും തോൽക്കുമെന്ന് തീരുമാനിക്കുന്നത് JSPയിലേക്ക് പോകുന്ന വോട്ടുകളായിരിക്കും. അത് തങ്ങൾക്ക് ലഭിക്കുന്ന ക്രെഡിറ്റ് ആണ്. മറിച്ച് വിജയത്തിന്റെ കൗണ്ട് കൊണ്ടല്ല, വോട്ട് കട്ടർ എന്ന ആ സ്വീകാര്യതയും വിളിപ്പേരും തന്നെ തങ്ങളുടെ പാർട്ടി ഇതാ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ പ്രതികരണം. താണിട്ടുണ്ട്. എന്താണ് രാകേഷ്, എന്താണ് ഇപ്പോൾ പറ്റിയത്? 170 കടന്നതായിരുന്നല്ലോ, ഇപ്പോൾ 169ലേക്ക് NDAയുടെ ആ ടാലി താണിട്ടുണ്ട്. എവിടെയാണ് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്? 69 എന്ന കണക്കിലേക്ക് എത്തുകയാണ് ഇപ്പോൾ NDA. നേരത്തെ അതായത് 171 മണ്ഡലങ്ങളിലെ ലീഡിലേക്ക് എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ 169. അപ്പോൾ പോലും വ്യക്തമായ ആധിപത്യമുണ്ട്. 3-2 മണ്ഡലങ്ങളിൽ ലീഡുണ്ട്. ഇന്ത്യ സഖ്യം 70, അതായത് ഇന്ത്യ സഖ്യത്തെക്കാൾ ഇരട്ടിയിലധികം സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും NDA. മറ്റുള്ളവർ 3, JSP 1. ഇതാണ് കണക്കുകൾ. NDAയിൽ തന്നെ JDUവിന്റെ കുതിപ്പ് ഇപ്പോഴും തുടരുകയാണ്. JDU 72 സീറ്റുകളാണ് ലീഡ് ചെയ്യുന്നത്. BJP പക്ഷേ ഇപ്പോഴത്തെ കണക്കുകളിൽ JDUവിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലീഡ് ചെയ്യുന്നുണ്ട്. 75 എന്ന കണക്കിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് കൂടുതൽ BJPക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിലുണ്ട്. JDUവിന് 72 സീറ്റാണുള്ളത്. പക്ഷേ 2020 അപേക്ഷിച്ച് JDUവിന് വലിയ ആശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്നതാണ് ഈ കണക്ക്. LJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് 5 സീറ്റാണ് നൽകിയിരുന്നത്. അതിൽ 5ഉം ജയിക്കാൻ ചിരാഗിന് കഴിഞ്ഞു. ഇപ്പോൾ ഇത്തവണ ചിരാഗിന്റെ പ്രകടനം ഒട്ടും മോശമല്ല. 29 സീറ്റിൽ 17 സീറ്റുകളിൽ ചിരാഗ് പാസ്വാന്റെ LJP ലീഡ് ചെയ്യുന്നു. HAM 3 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. RLM 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. അങ്ങനെ NDA സഖ്യത്തിലെ എല്ലാ പാർട്ടികളും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നു. പക്ഷേ അതല്ല ഇന്ത്യ സഖ്യത്തിലെ കണക്കുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. അവിടെ RJD അടക്കമുള്ള കക്ഷികളിലൊക്കെ തന്നെ മോശം പ്രകടനമാണ് ഇത്തവണ നടത്തുന്നത്. RJDക്കാണ് വലിയ ക്ഷീണം ഉണ്ടായിട്ടുള്ളത്. മൊത്തം കണക്കുകൾ എടുക്കുമ്പോൾ 24 സീറ്റുകളുടെ കുറവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. RJD 51 സീറ്റുകളാണ് ലീഡ് ചെയ്യുന്നത്. 24 സീറ്റുകളുടെ കുറവുണ്ട്. കോൺഗ്രസ് 15, കഴിഞ്ഞ തവണത്തേക്കാൾ 9 സീറ്റുകളുടെ കുറവ് സീറ്റിലാണ് ഇത്തവണ മത്സരിച്ചതെങ്കിൽ പോലും കോൺഗ്രസിന് 61ൽ 15 ഇടത്ത് മാത്രമേ ലീഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. CPIMLനും വലിയ ക്ഷീണമുണ്ടായി. കഴിഞ്ഞ തവണ ഈ മുന്നണിയിൽ തന്നെ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ് നടത്തിയ മികച്ച പ്രകടനം കാഴ്ചവെച്ച പാർട്ടി ML ആയിരുന്നു. അവർ 19 സീറ്റിൽ മത്സരിക്കുകയും 12 ഇടത്ത് ജയിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ 3 സീറ്റിൽ 20 ഇടത്ത് മത്സരിച്ചു. 3 സീറ്റിൽ മാത്രമാണ് നിലവിൽ അവർക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. CPM 4 സീറ്റിൽ മത്സരിച്ചു, ഒരിടത്താണ് ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ 2 സീറ്റുകൾ ഉണ്ടായിരുന്നു. CPI 4 സീറ്റിൽ മത്സരിച്ചെങ്കിൽ പോലും അവർക്ക് ഇത്തവണ അതല്ല സാഹചര്യം. 6 സീറ്റിൽ മത്സരിക്കുമ്പോൾ CPIക്ക് ഒറ്റ സീറ്റിലും ഈ ഘട്ടത്തിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞില്ല.